ഇവിടുത്തെ ഈ ഒരു ബീഫ് ബിരിയാണി നിങ്ങൾ എന്തായാലും ഇവിടെ വന്നാൽ ട്രൈ ചെയ്യണം. വീഡിയോ എപ്പോൾ തന്നെ സേവ് ആക്കിക്കോ. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ മാഞ്ഞാലി ബിരിയാണിയിൽ വന്നിട്ട് ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ പറഞ്ഞു ഇവിടുത്തെ ബീഫ് മസ്റ്റ് ട്രൈ ആണെന്നുള്ളത്. 2 പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിട്ട് ബീഫ് നമുക്ക് കിട്ടിയിട്ടില്ല. വീണ്ടും 3ാമത്തെ പ്രാവശ്യം വന്നതാണ്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ കാര്യങ്ങളൊന്നും എക്സ്പ്ലോർ നോക്കല്ലേ. സോ കമാൺ ഗൈസ്. കാണുന്ന ചിക്കൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇതാണ് ട്രൈ ചെയ്യാൻ പോണത്, ഇവിടുത്തെ ബീഫ് ബിരിയാണി. നിങ്ങൾ ഈ ഒരു ബീഫ് ബിരിയാണി കഴിക്കാൻ വരികയാണെങ്കിൽ മിനിമം ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് എത്തിക്കോ, ഇല്ലെങ്കിൽ സാധനം കിട്ടൂലട്ടോ. 2 പീസ് ബീഫും അതിലേക്ക് റൈസും ഉള്ളി വാട്ടിയതും. ഈ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ഇവിടുത്തെ സലാഡും അതുപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞ കളറിലെ അച്ചാറും ട്രൈ ചെയ്യാൻ മറക്കണ്ട. ബീഫിന്റെ പീസൊക്കെ നിങ്ങൾ നോക്കിയാൽ എങ്ങോട്ട് തൊടുമ്പത്തേക്ക് പൊടിഞ്ഞു പോവാണ്. അത്രയും അടിപൊളി ബീഫാണ്, നല്ല ചൂടും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സലാഡും അച്ചാറും ബീഫിന്റെ മസാലയും ബീഫും കൂടിയിട്ട് കഴിച്ചു നോക്കണം. സംഭവം വേറെ ലെവലാ, അടിപൊളി, മസ്റ്റ് ട്രൈ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ബീഫ് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിക്കനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബീഫാട്ടോ. ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവാറുണ്ട്. ബീഫ് പെട്ടെന്ന് കാലിയാവും കേട്ടോ. ഇവിടുത്തെ ഒരു ബീഫൊക്കെ എല്ലാവർക്കും കിട്ടിയതും ഒരേപോലെ തന്നെയാണ്. തൊടുമ്പത്തേക്ക് ഇത് അലിഞ്ഞു പോവാണ്, അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. എന്തായാലും വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കണ്ട കേട്ടോ. ചിക്കൻ ആയാലും ബീഫ് ആയാലും ഹാഫിന് 110 ഫുള്ളിന് 150 കേട്ടോ. ഇതാണ് മാഞ്ഞാലി ബിരിയാണി. ലൊക്കേഷൻ എടപ്പള്ളി ലുലുമാളിന്റെ ബേക്കിലുള്ള ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ്. അപ്പൊ എന്തായാലും പോയി ട്രൈ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.